ചെരവേ ഒരു സുഖമില്ലെന്നേ. പടവലത്ത് പണ്ടൊരു ചെരവുണ്ടായിരുന്നില്ലേ, അടിപൊളി ചെരവയായിരുന്നു. അതെ, നാക്കിന്റെ പ്രശ്നമാണ്. ആരുടെ നാക്കിന്റെ പ്രശ്നം? ചെരവേടാ. മോനെ കേശേ, എന്റെ കയ്യിലേ നല്ല തേങ്ങ ഇരിക്കണേ, ഓർമ്മ വേണേ അത്. എന്തോ ലച്ചു അത്? എന്തോ വർത്താനം? പൊങ്കാലിടാനുള്ള തേങ്ങയല്ലേ അത്? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ലച്ചുവിന് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ ഇടം വലം നോക്കത്തില്ല എന്ന് വിചാരിച്ച ആള് പാവാന്നേ. ആൾ അത്രയ്ക്ക് പാവൊന്നും അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് വരെ ലച്ചൂസിനെ പേടിയാ. പിന്നെ എന്റെ അമ്മ അത് പറഞ്ഞു നടക്കുന്നില്ലെന്ന് മാത്രം. അമ്മായിയേ എന്തേ ഒരു കിണിയൊക്കെ? അമ്മമ്മ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റെക്കോർഡ് ബ്രേക്കിംഗ് ആൾക്കാർ വന്നു എന്നൊക്കെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതായത് കുറെ പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ എന്റെ പൊന്നടയാ 10-25 ലക്ഷം ആൾക്കാരെ കൂടുതലൊക്കെ വന്ന്. 25 ലക്ഷോ? ബാക്കി എവിടെ പോയി? 10-40 ലക്ഷം ആൾക്കാർ വന്നു കഴിഞ്ഞ തവണ. അതെയോ? ഞാനാണെങ്കിൽ മിക്കവാറും ഇത്തവണത്തേന് ഒരു 50 ലക്ഷത്തിൽ കുറയാതെ കാണും അല്ലേ? 50 ലക്ഷമോ? ലക്ഷമൊന്നുമല്ല, കോടിക്കണക്കിന് ആൾക്കാരാണ് പൊങ്കാലയിടാൻ പറ്റാത്തത് കൊണ്ടേ മനസ്സുകൊണ്ട് പൊങ്കാലയിട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ അമ്മുമ്മേ, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞുതരാം. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന ഐതിഹ്യം ഞാൻ പറയാം. ദാരിക വധത്തിന് ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളി ശാന്തസ്വരൂപിണിയായിട്ട് ഭക്തർക്ക് ദർശനം കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. எங்க பாட்டி வேறொரு கதை எனக்கு சொல்லி கொடுத்திருக்காங்க. இளங்கோ அடிகளோட சிலப்பதிகாரத்துல நாயகி இருக்காங்க, கண்ணகி. அவங்க பாண்டியராசாவை வதிச்ச சேஷம் இந்த மதுரையெல்லாம் எரிச்சாங்க. அதுக்கப்புறம் அப்படியே கொடுங்கலூர் போக பார்த்தாங்க. போற வழியில நம்ம ஆத்துக்கால் இருந்தாங்க. அப்போ அங்க எல்லாருக்கும் தரிசனம் கொடுத்தாங்க. அப்படிதான் ஆத்துக்கால் சேத்திரம். അല്ല, ആന്റി പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാമോ? സിദ്ധേ, ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. കണ്ണകിയുടെ ഭർത്താവാണ് കോവലൻ. കോവലൻ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയി. അപ്പൊ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു പാണ്ഡ്യരാജാവിന്റെ മോഷണം പോയ ചിലമ്പാണതെന്ന്. പക്ഷെ കോവലൻ സമ്മതിച്ചു കൊടുക്കൂ, അത് സ്വന്തം ഭാര്യയുടെ ചിലമ്പാണെന്ന് കോവലനും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കോവലന് കള്ളനൊന്ന് മുദ്ര കുത്തി. എന്നിട്ട് കോവലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. സ്വന്തം ഭർത്താവിനെ കൊന്ന കോപം സഹിക്കാൻ വയ്യാതെ ഒരു ഉഗ്ര രൂപം കൊണ്ട് കണ്ണകി പാണ്ഡ്യരാജാവിനെയും കൊന്ന് മധുരയെ ഫുള്ളും ചുട്ടരിച്ചു. എന്നിട്ട് കൊടുങ്ങല്ലൂരേക്ക് പുറപ്പെട്ടു. കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന വഴിക്ക് കിള്ളിയാറിന്റെ തീരത്ത് ഒരു ബ്രാഹ്മണന് ബാലികാ രൂപത്തിൽ ദർശനം നൽകി. എന്നിട്ട് ഈ ബാലികയെ ബ്രാഹ്മണൻ സ്വന്തം മനയിലേക്ക് കൊണ്ടുപോയി. കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി ബ്രാഹ്മണൻ അകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാലികയെ കാണാനില്ല. ബ്രാഹ്മണൻ ആകെ പരിഭ്രാന്തനായി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ സ്വപ്നത്തിൽ വന്ന് ദേവി ദർശനം നൽകി. ആ ദേവിയാണ് ആറ്റുകാലമ്മ. ഈ കഥയാണ് എനിക്കറിയാനുള്ളത്. ആ ഭഗവതി ഭക്തരെ എല്ലാം സംരക്ഷിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കുന്നു. അമ്മമ്മ, എന്താണേലും നമുക്ക് ഉടനെ തിരുവനന്തപുരത്ത് ഈ അമ്പലത്തിൽ പോകണം. ഞാൻ ഇതുവരെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പോയിട്ടില്ല. നമുക്ക് പോവാം. അതെ, എല്ലാരും ഇങ്ങനെ കഥയും കേട്ടിരുന്നാ പറ്റത്തില്ല. പെട്ടെന്നാട്ടെ. ഇതൊന്നും മതിയോ? അത് ഞാൻ ചെറങ്ങണോ? ഒരെണ്ണം കൂടെ, ഒരു മുറിയോടെ തരൂ. ഒരു മുറിയും കൂടെയോ? അമ്മൂമ്മ ചക്കര മതിയാ? കുറച്ചും കൂടെ വേണം. അല്ല, കുറച്ചുകൂടെ വേണം. അമ്മൂമ്മ വേണമെന്ന് പറയാൻ അങ്ങോട്ട് തിരിവാ. കൊതുമ്പെല്ലാം റെഡി. അമ്മേ നമോസ്തുതേ, അമ്മേ കരുണാമയി, ആറ്റുകാലിൽ വാഴുമമ്മ. എന്നും ഭക്തർദനഴലുകൾ മാറ്റുവാനായി പിറവിയെടുത്തൊരു ഐശ്വര്യമാതാവ്. അമ്മേ നമോസ്തുതേ, അമ്മേ കരുണാമയി, ആറ്റുകാലിൽ വാഴുമമ്മ. എന്നും ഭക്തർദനഴലുകൾ മാറ്റുവാനായി പിറവിയെടുത്തൊരു ഐശ്വര്യമാതാവ്. അമ്മേ കരുണാമയേ, അമ്മേ ജഗദീശ്വരി.